ഹായ് ഓൾ, വെൽക്കം ടു മെന്റർ മൈൻഡ്സ്. നമുക്കിന്ന് ക്ലാസ് 10th CBSEയിലെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 വേർഡ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അത് പറയുമ്പോൾ തന്നെ എല്ലാ കൺസെപ്റ്റും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a potential difference of 9 volts is applied across a resistor and a current of 3 amps flows through it. Find the resistance and the charge flowing in 5 seconds. Okay, നമുക്കിവിടെ തന്നിരിക്കുന്നതില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 9 ആണെന്ന്. ദെൻ കറന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്നത് 3 ആംപിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം അല്ലെ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് നമുക്ക് അറിയാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 9/3 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഓംസ്. ഓക്കെ, 3 ഓം ആണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടാം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജ് ഫ്ലോയിങ് ഇൻ 5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ആണ് അല്ലെ? ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്? ഐ ഇൻറ്റു ഐ, ദാറ്റ് ഇസ് ദ കറന്റ് ഇൻറ്റു ടി ആണ്, ടൈം ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ടി. സോ നമുക്ക് എഴുതാം എന്താണ് ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. 3 ഇൻറ്റു എന്ത് വരും? ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നിട്ടുണ്ട്, 5 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15 കൂളംസ്. ഓക്കെ, ചാർജിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ സി, കൂളം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? വോൾട്ടേജ് തന്നു, കറണ്ട് തന്നു, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വി ബൈ ഐ ആണെന്നറിയാം. അതുപോലെ തന്നെ ചാർജിന്റെ ഇക്വേഷൻസ് ഐ ഇൻറ്റു ടി ആണെന്ന് പറയാം. സോ വി ഗോട്ട് ദ ആൻസർ. Oh, this is actually 3 ohm. Next question. A current of 2 amps flow through a conductor of 10 ohm for 2 minutes. Find the potential difference and the total energy dissipated. Okay, നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. അപ്പം ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 amps ആണെന്ന് അറിയാം. ദെൻ കണ്ടക്ടർ ഓഫ് 10 ഓം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 10 ആണെന്നറിയാം. ഓക്കെ, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ്സ് ആണ്. എപ്പോഴും മിനിറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. 120 സെക്കൻഡിൽ കിട്ടും. ഓക്കെ, നമ്മളോട് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാ. നമുക്ക് ഓൾറെഡി അറിയാം വി ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ആർ ആണ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണെന്ന് നമുക്കറിയാം. സോ ഐ ഇസ് 2 ഇൻറ്റു ആർ 10 വിച്ച് ഇസ് ഈക്വൽ ടു 20 വോൾട്ട് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഡിസിപ്പേറ്റഡ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് ഹീറ്റ് എനർജി എത്രയാണെന്നുള്ളതാണ്. നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണെന്നറിയാം അല്ലെ? ഹീറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ആണെന്നറിയാം. ദാറ്റ് ഇസ് ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടി 120 ആണെന്നറിയാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ ആൻസർ ആസ് 2 സ്ക്വയർ ഇസ് 4, 4 ഇൻറ്റു 10 40, 40 into 120 is 4800 joules.
ഓക്കെ 4800 ജൂൾസ് ആണ് നമ്മളുടെ ആൻസർ. ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റിന്റെ ഇക്വേഷൻ ഐ സ്ക്വയർഡ് ആർ ടി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലവും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric bulb is rated 100 volt, 220 volt. Find its resistance and current when used on 110 volt. Again, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതി വെക്കണം. ഇവിടെ നമുക്ക് 100 വാട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ്, 100 വാട്ട്സ് ആണ്. ദെൻ നമുക്ക് വോൾട്ടേജ് അക്രോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 220 വോൾട്ട് ആണ് അല്ലെ, വോൾട്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾക്ക് എന്താണ്, റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പവറും വോൾട്ടേജും ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി ആണ്, വി സ്ക്വയർ ബൈ പി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി സ്ക്വയർഡ് as 220 square by P. P is 100. So the answer is 484 ohm. It's 484 ohm. Okay. The next നമ്മളോട് പറഞ്ഞിരിക്കുന്നത് and we have to find the current when used on 110 volt. അതായത് നമ്മുടെ ഇവിടെ വോൾട്ടേജ് 110 ആവുമ്പോൾ, ഓക്കെ 110 വോൾട്ടേജ് ആവുമ്പോഴത്തേക്കുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു പി ബൈ ആർ ആണ് അല്ലേ. നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് അറിയാം ഐ ഇസ് ഈക്വൽ ടു പി ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110 ബൈ ആർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് കിട്ടി 484 ആണ്. ഓക്കെ, സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 0.227 കറണ്ട് ആയതുകൊണ്ട് യൂണിറ്റ് ആംപിയർ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് as capital letter A. Clear? Let's move on to the next question. ഇവിടെ തന്നിരിക്കുന്നത് two resistors 12 ohm and 6 ohm are connected in parallel to a 12 volt battery. Find current through each and total current ആണ്. ഓക്കെ, അതായത് നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് 12 ഓമും 6 ഓമും കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പാരലൽ കണക്ഷൻ ഇത് നോട്ട് ചെയ്യാം കേട്ടോ. പാരലൽ കണക്ഷൻ ആവുമ്പോൾ എന്താണ്, നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെയിമും കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റും ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സെയിമും കറന്റ് ഡിഫറെന്റും ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറെന്റും ആണ്. അത് കൂടാണ്ട് പാരലൽ കണക്ഷന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞാണ് വരിക. ഓക്കെ, ഡിക്രീസ്ഡ് ആയിരിക്കും ഉണ്ടാവുക, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റൻസ് 12 ഓമും 6 ഓമും കണക്റ്റഡ് ഇൻ പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ പാരലൽ ആവുമ്പം ഉള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഓൾറെഡി സോറി അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഇവിടെ വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറെന്റും ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം I1 ഇസ് ഈക്വൽ ടു നമുക്ക് വോൾട്ടേജ് 12 ബൈ എത്ര, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണ് അല്ലെ, 12 ബൈ 12 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I2, സെക്കൻഡ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I2 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 12, വോൾട്ടേജ് 12 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ, 12 ബൈ സെക്കൻഡ് ഇതെന്ന് പറയുമ്പോൾ 12 ബൈ 6 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 ആംസ് ആണ്. നമുക്ക് ഈ ഒരു കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് R1 പ്ലസ് R2 ആയിട്ട് ആഡ് ചെയ്താൽ വരാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 1 പ്ലസ് 1 ആംപിയർ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
3 amps ആണ് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പാരലൽ കണക്ഷൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, വോൾട്ടേജ് എപ്പോഴും സെയിമും കറന്റ് ഡിഫറെന്റ് ആയിരിക്കും. കണ്ടോ, കറന്റ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വാല്യൂ എപ്പോഴും ഡിക്രീസ്ഡ് ആയിട്ടാണ് വരിക. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് അല്ല കണ്ടെത്തിക്കണം. സോറി കേട്ടോ, സോറി, വെരി വെരി സോറി. നമ്മൾ കറന്റ് കറന്റ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ I1 പ്ലസ് I2, ഫസ്റ്റ് കറന്റ് പ്ലസ് സെക്കൻഡ് കറന്റ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് 1 + 2 = 3 amps. Next is 2 ohm, 4 ohm and 6 ohm are connected in series to a 12-volt battery. Find potential difference across each. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് വരും? വോൾട്ടേജ് നമുക്ക് ഡിഫറെന്റും വരും, കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിമും വരും. പിന്നെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, ആഡ്സപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് ഇത് എഴുതുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആഡപ്പ് ആയിട്ട് വരുന്ന നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 4 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം റെസിസ്റ്റൻസ് ഇൻ സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ R1 + R2 + R3 ആയിരിക്കും വരിക. R1 + R2 + R3. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? R1 + R2 R3 എന്ന് പറയുമ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞാൽ 2 + 4 + 6 = നമുക്ക് 12 ohm എന്ന് കിട്ടും. ഓക്കെ, 12 ohm എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ കറന്റ് കണ്ടുപിടിക്കാം അല്ലെ. I = V/, നമുക്ക് 12 എന്ത് കിട്ടും? റെസിസ്റ്റൻസ് V/R എന്ന് പറയുമ്പോൾ 12/12 = 1 ആംപിയറിന് കറണ്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോൾട്ടേജ് കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഡിഫറെന്റ് ആയിട്ടാണല്ലോ ഉണ്ടാവോ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = IR ആണല്ലേ. അപ്പം ഇവിടെ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് വോൾട്ടേജ് വരും. സോ ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് എത്ര? 2 × 1. V = IR അല്ലേ. I ഇവിടെ 1 കിട്ടി. വോൾട്ടേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് അല്ലെ. 1 ഇപ്പൊ ഫസ്റ്റ് വോൾട്ടേജ് V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 2 × 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ആൻസർ വിൽ ബി 2 itself. സോ 2 volt. Then V2 എന്ന് പറയുമ്പോഴത്തേക്കും we get it as 4 volt. Then V3 എന്ന് പറയുമ്പോൾ we will get it as 6 volt. Okay. So let's move on to the 6th question. That is a 6 ohm resistor in series with a parallel combination of 3 ohm and 6 ohm. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 റെസിസ്റ്റേഴ്സ് അല്ലേ. അല്ല സോറി, 3 റെസിസ്റ്റേഴ്സ്. ഫസ്റ്റ് റെസിസ്റ്റർ 6 ohm is in series with a parallel combination of 3 ohm and 6 ohm. ഓക്കെ, ബാറ്ററി എന്ന് പറയുന്നത് 12 volt ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും പാരലൽ കണക്ഷന്റെ ഇക്വേഷൻ എന്താണ്? RP. നമ്മൾ പറഞ്ഞില്ലേ, റെസിസ്റ്റൻസ് പാരലൽ കണക്ഷന്റെ കേസിൽ ഡിക്രീസ് ചെയ്താൽ വരാം. അപ്പൊ RP = നമുക്ക് അറിയണം 1 എന്ത് വരും ബ്രാക്കറ്റില്? 1/R1 + 1/R2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കിവിടെ അറിയാം 1/R1 is actually 3 അല്ലേ. ഫസ്റ്റ് റെസിസ്റ്റൻസ് 3 ആണ്. പ്ലസ് സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/6 ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് കിട്ടും?
വി ഗെറ്റ് ഇറ്റ് ആസ് 2 ഓം എന്ന് കിട്ടും. 2 ഓം ആണ് നമുക്കിവിടെ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് എപ്പോഴും ആഡപ്പ് ആയിട്ടാ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സീരീസ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഓക്കെ, അത് 6 ആണ്. പ്ലസ് സെക്കൻഡ് റെസിസ്റ്റൻസ് എന്താ വരും? 2 വരും അല്ലെ? സീരീസ് കണക്ഷൻ ആവുകൊണ്ട് റെസിസ്റ്റൻസ് ആഡപ്പ് ചെയ്യുന്നതാണ്. 6ഉം പിന്നെ സെക്കൻഡ് ഈ ഒരു കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് 2 ആണ്. 6+2 എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 8 ഓം ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അടുത്തത് നമ്മൾക്ക് കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ? കറണ്ട് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 ആണ്. V / ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസ് 8 ആണ് അല്ലെ? 12/8. സോ ദ ആൻസർ വിൽ ബി 1.5 ആംപിയർ. ക്ലിയർ? ഈ ഇത്ര കാര്യമാണ് ഇവിടെ. ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കോമ്പിനേഷൻ ആണ് അല്ലെ? നമ്മൾക്ക് ആദ്യത്തെ ഒരു റെസിസ്റ്റർ സീരീസ് ആണ്, ഇൻ സീരീസ് വിത്ത് പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 ഓം 6 ഓം. ഈ രണ്ടെണ്ണം നമ്മൾ എങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷനിലാണ്. നമ്മൾ ആദ്യം ഈ പാരലൽ ഉള്ളതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, പാരലൽ കേസിൽ എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ആ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസിന് നമ്മൾ ഈ ഒരു സീരീസ് ആയിട്ടുള്ള 6നെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആഡപ്പ് ചെയ്തിട്ട് 8 എന്ന് കിട്ടി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wire has a resistance 8 ohm and it is cut into 2 equal halves and connected in parallel. Find new resistance. ഇവിടെ ഒരു 8 ഓം ഉള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ആ നമ്മൾ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈക്വൽ റെസിസ്റ്റൻസ് ആയിട്ട് കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈച്ച് ഹാഫിനും ഓരോ ഹാഫിനും എന്ത് വെച്ചുണ്ടാവും? ഓരോ ഹാഫിനും നമുക്ക് 8 ഓമിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ഹാഫിലും 4 ഓം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ ആണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പാരലൽ കണക്ഷനിലെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RP നമ്മളിപ്പോ പറഞ്ഞ പോലെ 1/, നമ്മളിവിടെ നേരത്തെ എഴുതിയതാണ് അല്ലേ? അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. is equal to 1/1/R1 plus 1/R2. Okay. നമുക്ക് അറിയാം. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വാല്യൂസ് ഒക്കെ. അതായത് 1/, വാട്ട് ഈസ് ഹിയർ? R1 4 ആണ് അല്ലെ? ആദ്യത്തെ ഈക്വൽ ഹാഫിൽ 4 ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1/, again 4 ആണ് നമുക്ക് വരുന്നുണ്ടാവാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇത്ര കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ സോൾവ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് കിട്ടും ദ ആൻസർ ആസ് 2 ഓം ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric iron draws 5 ampere from 220 volt for 1 hour. Find energy consumed and cost at rupees 6 kilowatt-hour. Okay, ഇവിടെ നമുക്ക് പവറിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ? നമ്മളോട് പവർ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ കേസിൽ. അപ്പൊ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VI ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ഇവിടെ നമുക്ക് എന്താണ്? വോൾട്ടേജും കറന്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് ആണ്. കൂടാണ്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5 amps ആണെന്ന് തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 1100 വാട്ട് എന്ന് കിട്ടി. നമുക്ക് ഇതിനെ എനർജിയിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് എന്താ ഇതിനെ കിലോ വാട്ടിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? 1.1 കിലോ വാട്ട് എന്ന് കിട്ടും. കിലോ വാട്ട്. ഓക്കെ, എനർജി ആയിട്ട് പറയുമ്പോൾ എന്ത് പറയും? എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ദിസ് 1.1 കിലോ വാട്ട് ആസ് 1.1 കിലോ വാട്ട് അവർ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് കോസ്റ്റ് ചോദിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ₹6 ആണ് അല്ലെ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 6 into 1.1 ആണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. 6 into 1.1 എന്ന് പറയുമ്പോൾ ₹6.6 ആണ് നമ്മൾക്ക് എമൗണ്ട് വരുന്നത്. ഓക്കെ,
So next question. Find heat produced when a 0.5 ampere current flows through 20 ohm for 5 minutes. നമ്മൾക്ക് ഹീറ്റിങ്ങിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ? H is equal to I square. I square RT ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.5 ആണ് അല്ലെ? അപ്പൊ 0.5 0.5 സ്ക്വയർ ഇൻറ്റു ആർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 20 ആണെന്ന് തന്നിട്ടുണ്ട്, 20 ഓം റെസിസ്റ്റൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ് അല്ലേ? അപ്പൊ 5 മിനിറ്റിന് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 60 വി ഗെറ്റ് ആസ് 300 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ആസ് 1500 ജൂൾ. ഓക്കെ, so let's get into the next question. That is, two resistors of 4 ohm and 12 ohm are connected in parallel to a 6 volt. Find equivalent resistance and total current. Okay, so we understand ഇവിടെ പാരലൽ കണക്ഷൻ ആണെന്ന് അറിയാം അല്ലെ? പാരലൽ കണക്ഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? ആർ പി is equal to 1 by 1 by R1 plus 1 by R2 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഡിസ്റ്റൻസ് ഇൻ പാരലൽ ആകുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഇവിടെ R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 by 4 പ്ലസ് സെക്കൻഡ് കേസിൽ 1 by സെക്കൻഡ് റെസിസ്റ്റൻസ് R2 എന്ന് പറഞ്ഞാൽ 1 by 12 ആണെന്ന് നമുക്ക് അറിയാം. സോ നമുക്ക് കിട്ടുന്ന ആറിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ സോ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് 3 ഓം ആണ് കേട്ടോ, 3 ഓം ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഐ ആണ്, അതായത് കറന്റ് ആണ്. കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് അല്ലെ? വോൾട്ടേജ് ഇവിടെ തന്നിരിക്കുന്നത് 6 ആണ്. 6/3 is equal to 2 ആംപിയർ. അതാണ് നമുക്ക് കറന്റ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is, a wire has a resistance 10 ohm. It is stretched to double its length without changing the volume. Find new resistance. Oh, sorry. Okay. അതായത് നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? പിന്നെ ആ വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെന്നാണ്, അതായത് ലെങ്ത് ഡബിൾ ആവുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R is equal to rho R is equal to rho. ഇവിടെ rho നമുക്കറിയാം wire has resistance 10 ohm. It is stretched to double its length without changing volume. Find new resistance എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ L/A എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വയർ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പം എന്ത് സംഭവിക്കും ഇവിടെ വയർ സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ആയിട്ടുണ്ട് എന്നറിയാം. ഓക്കെ, ലെങ്ത് 12 ആയി. അപ്പൊ താഴത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താവും?
ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഏരിയ ഹാഫ് ആവേ ചെയ്യാം അല്ലേ. സോ ഏരിയ ബിക്കംസ് A/2 ആയിട്ടാണ് ഉണ്ടാവാം. സോ വി ഗെറ്റ് റെസിസ്റ്റൻസ് ആസ്, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4R എന്ന് കിട്ടും. ഓക്കെ, 4 ടൈംസ് റെസിസ്റ്റൻസ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി 10 എന്ന് തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ഓം എന്നുള്ളതാണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുക. ഓക്കെ, so let's move on to the next question. That is, a circuit uses a 2 ampere fuse on a 220 volt line. What is the maximum power before fuse blows? Okay, നമ്മൾ ഇവിടെ സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂസ് അല്ലേ. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലേ സർക്യൂട്ടിന്. അപ്പം നമുക്കിവിടെ 2 ആംപിയറിന്റെ ഫ്യൂസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 220 വോൾട്ട് ലൈനാണ്. മാക്സിമം പവർ എത്രയാണെന്നാണ് നമുക്ക് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P is equal to VI ആണെന്ന് അറിയാം. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 220 ആണ്. 220 ഇൻറ്റു I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ആംസ് ആണ് തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 440 വാട്ട്. പവർ ആയതുകൊണ്ട് നമ്മൾ വാട്ട് ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. 440 watt. So let's move on to the next question. That is, a copper wire of 2 meter area. A copper wire of 2 meter, sorry, 2 meter length, area 1 into 10 raised to minus 6 meter square and resistivity 1.7 into 10 raised to minus 8 ohm meter എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R is equal to rho L by A ആണ്. ഓക്കെ, R is equal to rho L by A എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ റോ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 1.7 ഇൻറ്റു 10 റേസ് ടു -8 എന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോറി, റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഇതാണെന്ന് നമുക്കറിയാം. പിന്നെ ഇൻറ്റു ലെങ്ത് ഇവിടെ നമുക്ക് 2 മീറ്ററിന് ഉള്ളത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ഇൻറ്റു 10 റേസ് ടു -6 മീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ വി ഹാവ് ടു സോൾവ് ദിസ് അല്ലേ. നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 0.034 ഓംസ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇവിടെ ഈ ഒരു -8ഉം -6ഉം നമുക്ക് സോൾവ് ആയി പോവും. അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് 0.034 ഓംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഈച്ച് അപ്ലയൻസസ്, കറന്റ് ബൈ ഈച്ച് അപ്ലയൻസിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് 60 watt bulb and a 120 watt heater are connected in parallel to 220 volt. Find current by each and total current. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിമും കറന്റ് ഡിഫറൻറ്റും ആയിരിക്കും. കൂടാണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ആയിട്ട് വരും. ഈ പോയിന്റ്സ് ആണ് ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് വോൾട്ടേജ് സെയിം കറണ്ട് ഡിഫറെന്റ്, അപ്പൊ 2 കറണ്ട് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് കറണ്ട് I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇവിടെ 60 വോട്ട് ആണ് അല്ലേ. അത് 60 by 220 ചെയ്യണം. 60 by ഓൾറെഡി നമുക്കറിയാല്ലേ P is equal to VI ആണ്. ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇവിടെ വേണമെങ്കിൽ എഴുതാം. P equal to V അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്ന് ഡൗട്ട് വരണ്ട. P is equal to VI ആണല്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? എന്ന് പറഞ്ഞാൽ P by V ആണെന്നറിയാം അല്ലെ. അപ്പൊ ഇതിൽ നിന്നാണ് ഈ ഒരു ഇത് വന്നത്, P by V. അതായത് P എന്ന് പറഞ്ഞാൽ പവർ 60 by
വോൾട്ടേജ് 220 അല്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും വാല്യൂ ആസ് 0.27 ആംപിയർ എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് I2 നമുക്ക് കണ്ടുപിടിക്കണം. സെക്കൻഡ് കറണ്ട് I2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ എന്ത് വരും? സെക്കൻഡ് പവർ എന്ന് പറഞ്ഞാൽ 120 ആണ് അല്ലേ? അപ്പോൾ 120/220 ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു 0.55 ആംപിയർ എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ കറണ്ട് when connected in parallel. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഈ I1 I2 I1 + I2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.82 ആംപിയേഴ്സ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? സോ ലെറ്റ്സ് go to the next question, that is a 6 ohm resistor is connected across a 12 volt for 2 minutes. Find total charge. Okay. അതായത് നമുക്കിവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കാലോ. കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് V/R, that is equal to 12/6, which is equal to 2 amps എന്നുള്ളത് നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടി. നമുക്ക് ടോട്ടൽ ചാർജ് പാസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമുക്കറിയാം Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT ആണ് അല്ലേ? കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഇവിടെ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ കിട്ടി 2 ആണെന്ന് കിട്ടി. I ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് ആണ്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആവുമ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 60, that is equal to 120. So final answer will be 240 volt എന്നാണ് നമുക്ക് 240 കൂളംബ് എന്നുള്ളത് നമുക്ക് ചാർജ് കിട്ടും. Next question is a nichrome wire and a copper wires of same length are connected and thickness are connected in series to a battery. Which wire gets heated more? ഏത് വയർ ആയിരിക്കും കൂടുതൽ ഹീറ്റപ്പ് ആവുന്നത് അല്ലേ? ഒരു കണ്ടക്ടർ, നിക്രോം ആയാലും കോപ്പർ ആയാലും കണ്ടക്ടേഴ്സ് ആണ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഓമിക് ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ജൂൾ ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടർ ആ കറണ്ട് ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആസ് എ റിസൾട്ട് ആ കണ്ടക്ടർ ഗെറ്റ്സ് ഹീറ്റഡ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നിക്രോം വയറിനാണ് എന്ത് വരിക? നിക്രോമിന് കൂടുതലായിട്ട് ഹയർ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നിക്രോം വയറിന് വളരെ കൂടുതലാണ്. സോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ഹീറ്റും കൂടും. ഓക്കെ, ഹീറ്റ് ഓൾസോ വിൽ ബി മോർ. നിക്രോമിനാണ് കൂടുതൽ കമ്പയർഡ് ടു കോപ്പർ വയേഴ്സിന്. ഓക്കെ, നമ്മുടെ ഹൗസസിലൊക്കെ നമ്മൾ കോപ്പർ വയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നിക്രോം അല്ല കേട്ടോ. നിക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലോയ് ആണ് അല്ലേ? നിക്കൽ ക്രോമിയം അലോയ് ആണ്, അതിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് കേസ്, that is an electric kettle of 1500 watt works for 20 minutes. Find energy in joules and kilowatt hour. ഓക്കെ, നമ്മൾക്ക് എനർജി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. സോ എനർജി, ഇവിടെ എനർജിയാണ് ഫസ്റ്റില് കണ്ടുപിടിക്കേണ്ടത്. എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാട്ട്സ് പവർ എന്ന് പറയുമ്പോൾ 1500 ആണല്ലേ? അത് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? 20 മിനിറ്റ് ടൈം ഇൻറ്റു ടൈം അല്ലേ? 20 മിനിറ്റ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 20 ഇൻറ്റു 60 ചെയ്യണം അല്ലേ? ടൈം 60 സെക്കൻഡ്സിലോട്ട് നമ്മൾ മാറ്റണം. അപ്പം നമുക്ക് കിട്ടുക 1.8 ഇൻറ്റു 10⁻6 ജൂൾസ് ആണ് കേട്ടോ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് ഈ കിലോ വാട്ട് എനർജീനെ കിലോ വാട്ട് അവറിലും കിട്ടണം അല്ലേ? കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ടു ഡു സോറി 1 ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു 1.8 ഇൻറ്റു 10⁻6 അല്ലേ? ആൻസർ 10⁻6 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമ്മൾ
3.6 into 10 power 6 വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 0.5 കിലോ വാട്ട് ഹവർ ആണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ പി ഇൻറ്റു ടി ആണ് കേട്ടോ. പവർ ഇൻറ്റു ദറ്റ് ഇസ് 1100 ഇൻറ്റു ടൈം 20. ഇവിടെ 20 മിനിറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്കറിയാം, ഓൾറെഡി അറിയാം 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.6 ഇൻറ്റു 10 പവർ 6 ആണെന്ന് അറിയാം. അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു 1.8 ഇൻറ്റു 10 പവർ 6നെ ഡിവൈഡഡ് ബൈ ഈ ഒരു 1 കിലോ വാട്ട് അവറിന്റെ ഇതിൽ യൂണിറ്റിൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.5 കിലോ വാട്ട് അവർ എന്നുള്ളത് കിട്ടി. So let's move on to the next question. That is നമുക്ക് 18th question അല്ലേ? അതായത് ഇവിടെ പറയുന്നത് a cell of EMF 2 volt and internal resistance of 0.1 ohm is connected to a 3.9 ohm resistor. Find current and terminal voltage എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് I അതായത് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നമുക്കറിയാം. നമുക്ക് വോൾട്ടേജ് ദാറ്റ് ഈസ് 2 V by R ആണെന്നറിയാം അല്ലെ. ഇവിടെ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് പക്ഷെ 2 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അതായത് 0.1 ഉണ്ട് 3.9 ഉണ്ട്. 0.1 പ്ലസ് 3.9. ഓക്കെ, so the answer will be 0.5 ആംപിയർ. അതാണ് നമുക്ക് കറന്റ് കിട്ടുക ഇവിടെ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെർമിനൽ വോൾട്ടേജ് ആണ്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMF അതായത് E ബൈ E മൈനസ് IR ആണ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMF 2 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 മൈനസ് I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടി ഇറ്റ്സ് ആക്ച്വലി 0.5 ആണ്. 0.5 ഇൻറ്റു 0.1 എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.95 വോൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, V is equal to E minus IR. So next question, that is using 3 6 ohm resistors show how to get a 2 ohm and 9 ohm. അതായത് നമുക്ക് 3 റെസിസ്റ്റേഴ്സ് ഉണ്ട് 6 ഓം ഉള്ളത്. ഓക്കെ, 6 ഓം വാല്യൂ വരുന്ന 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിന് നമുക്ക് ഏത് രീതിയിൽ കണക്ട് ചെയ്താലാണ് നമുക്ക് ഫൈനലി 2 ഓമും 9 ഓമും റെസിസ്റ്റൻസ് കിട്ടാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സീരീസോ പാരലോ എങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പം ഒരു 3 റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ ആണെങ്കിൽ അല്ലേ, പാരലൽ എടുക്കാം നമുക്ക് ആദ്യം. പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു അവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും, കൂടാണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിക്രീസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക പാരലൽ കണക്ഷൻ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. സോ ഇത് വെച്ചിട്ട് നമുക്കിപ്പം സപ്പോസ് ഈ ഒരു 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലി ആണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ എന്തുവരും? നമുക്കിവിടെ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 6/3 ആണല്ലേ. 6/3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓം ആണ് കിട്ടുക. അതായത് നമുക്ക് ഇവിടെ കിട്ടി ഈ 2 ഓം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 3 റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലലി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി നേരെ മറിച്ച് സെക്കൻഡ് കേസിൽ നമ്മളിപ്പം ഇമാജിൻ ചെയ്യുകയാണ്, നമുക്ക് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ R is equal to നമുക്ക് വേണമെങ്കിൽ 6 + 6 എന്ന് എഴുതാം അല്ലേ.
6 plus 6 plus 6. 6 plus 6 plus 6 is actually 18 ohm ആണ് വരിക. 18 ohm. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? 18 ohm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ ടു റെസിസ്റ്റേഴ്സ് ആണ് കേട്ടോ. 18 ohm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റെസിസ്റ്റേഴ്സിന്റെ ഇടയിലാണ്. ഓക്കെ. സോ നമ്മളിപ്പം ഇതിനെ നമ്മളൊരു രണ്ടെണ്ണത്തിന് സീരീസും രണ്ടെണ്ണത്തിന് പാരലും ആക്കുവാണെങ്കിൽ, ഓക്കെ, സപ്പോസ് 12 ohm ആണ്. ഇതില് നമ്മള് രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട്, ഓക്കെ, ബ്രാക്കറ്റ് രണ്ടെണ്ണം സീരീസ് ആൻഡ് പ്ലസ് അതർ വൺ പാരലൽ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? വി ഗെറ്റ് ആസ് വാല്യൂ ആസ് 9 ohm നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടും. ഓക്കെ, അതായത് അതായത് പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറൻറ്റും റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി നേരെ മറിച്ച് നമുക്ക് പറയാം, ഇപ്പം സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻറ്റും കറണ്ട് സെയിമും ആൻഡ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആഡപ്പ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇതിൽ രണ്ട് റെസിസ്റ്റൻസ് ആദ്യത്തെ രണ്ടെണ്ണം സീരീസിൽ വെച്ചിട്ട് മൂന്നാമത്തേതായിട്ട് പാരലലി കൊടുത്താലാണ് നമുക്ക് ഈ പറഞ്ഞ 9 ohm വരുന്നതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. that is 2 bulbs 6 watt 220 volt and 100 watt 220 watt are connected in series. Which glows brighter? ഓക്കെ, ഏതായിരിക്കും ബ്രൈറ്റർ ആയിട്ട് ഉണ്ടാവാന്നാ ചോദിച്ചിരിക്കണം. നമ്മൾക്കറിയാം എന്താണ് P is equal to V square by R എന്നുള്ളത് നമ്മൾക്ക് ഓൾറെഡി അറിയാം. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ആണ് അല്ലെ. റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ പവർ ആണ്. അപ്പം നമുക്ക് പറയാം എപ്പോഴും നമ്മുടെ ഒരു 60 watt ഉള്ള ഒരു ബൾബ്, ഈ ഒരു ബൾബിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് വരിക. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഈ ഒരു 60 watt ബൾബ് ആയിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുക ഇൻ സീരീസ് കണക്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരി വൺ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.